കൊല്ലം ഓച്ചിറയിൽ ബാർ പരിസരത്ത് 2 യുവാക്കൾ ക്രൂരമർദ്ദനം. തടിക്കഷ്ണം കൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചും യുവാക്കളെ 4 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിരിക്കുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്രൂരമർദ്ദനം ബാറിന് സമീപത്ത് ഉണ്ടായിരിക്കുന്നു. ഓച്ചിറയിലാണ് ബാർ പരിസരത്ത് 2 യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നു. തടിക്കഷ്ണം കൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചും യുവാക്കളെ 4 അംഗ സംഘം അങ്ങനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, അങ്ങനെ വല്ലാതെ മർദ്ദിക്കുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ് ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ പിന്നിലെ വസ്തുതകൾ എന്താണ്? ആരാണ് ഈ തല്ലിച്ചതച്ചത്? എന്തിനാണ്? പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയോ? ആരെങ്കിലും പിടികൂടിയോ? ഒരു മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപരിചയമോ ഒന്നും തന്നെ ഈ സംഘങ്ങൾ തമ്മിലില്ല. ആ ബാറിലെത്തി മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് 2 യുവാക്കൾ. കരുനാഗപ്പള്ളി സ്വദേശികളാണ് ഈ മർദ്ദനമേറ്റ 2 പേര്. വിനീഷ്, ഷോബി എന്നീ 2 പേർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ മദ്യപിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് 4 യുവാക്കൾ സമീപത്തുണ്ടായിരുന്നു. എന്തോ ഒരു ചെറിയ വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള സംസാരം ഉണ്ടായി. തൊട്ടു പിന്നാലെ അതൊരു വലിയ ആക്രമണത്തിലേക്ക് കലച്ചിക്കുകയാണ്. ഈ 4 പേരാണ് ഇപ്പോൾ സംഭവ സാഹചര്യത്തിലുള്ളത്. അതിൽ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഓച്ചിറ സ്വദേശിയായിട്ടുള്ള വലിയകുളങ്ങര സ്വദേശിയായിട്ടുള്ള അനന്തും സിദ്ധു എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥ്, റിനു ഈ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഷിബു എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഓച്ചിറ പോലീസ് ഉള്ളത്. ഈ അനന്തു നേരത്തെ 4 കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. മറ്റുള്ളവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ തന്നെയാണ്. മറ്റു 3 പേർക്ക് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 പേർക്കും നേരത്തെ കേസുകൾ ഉണ്ട്. ഓച്ചിറ പോലീസാണ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. യാതൊരു കാരണവുമില്ലാതെ അങ്ങ് ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആദ്യം ഒരു മുണ്ടെടുത്ത ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നതിൽ ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ഒരു ഹെൽമെറ്റ് എടുത്ത് അയാളുടെ തലക്കടിക്കുകയാണ്. പിന്നീട് അവിടെ കിടന്ന തടിക്കഷ്ണം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. 2-3 പേര് ചേർന്ന് ഒരാളെ ചുറ്റും വട്ടം കൂടിയെന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. മറ്റൊരാളുടെ വാരിയലിന് നേരിയ രീതിയിലുള്ള ചതവും പൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് രാവിലെയോടുകൂടി അവർ തിരിച്ച വീടുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടിയത്.